ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനി പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് രവി. ഈ ഒരു സമയത്ത് വേഗം തന്നെ ചന്ദ്ര ചോദിക്കുകയാണ്, ഇവിടെ സച്ചിയോ സത്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല, നിന്റെ അനിയൻ ശരത്ത് എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവ് പറയാണ്, എന്ത് പറയാനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല ഒരു കാര്യമില്ലാതെ സച്ചി ആരുടെയും കൈയൊടിക്കില്ല, അതിന് ഭാഗത്തിന് എന്തോ ഒന്നാ ശരത്ത് അവിടെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എൻ്റെ മകൻ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് കുടുംബം പോറ്റുന്നുണ്ട്, മാത്രമല്ല ചീത്ത കൂട്ടുകെട്ടിലേക്ക് നാം പോവുകയില്ല എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴത്തേക്കും, നിന്റെയല്ലേ മോൻ, വളർത്തുഗുണം അത് എല്ലായിടത്തും തന്നെ കാണിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി വേഗം പറയുന്നുണ്ട്, അമ്മ എന്തിനാ വന്നു വെച്ചാൽ പറഞ്ഞിട്ട് വേഗം പോകും, ഇവരിങ്ങനെയൊക്കെ പറയുന്ന അമ്മയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. വേഗം തന്നെ ലക്ഷ്മി അച്ഛൻ മരിച്ചിട്ട്, രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരാണ്ട് തികയാണ്, അത് പറയാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പണ്ടുണ്ടായ സംഭവങ്ങൾ, രവിയുടെ വണ്ടിയുടെ മുന്നിലേക്ക് രേവതിയുടെ അച്ഛനെടുത്ത് ചാടിയതും ഹോസ്പിറ്റലിൽ രവി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു വർഷമായില്ലേ, എത്ര വേഗം വർഷങ്ങൾ കടന്നു പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അയാൾ മരിച്ചത് രവിയേട്ടന് ഇത്ര സങ്കടം എന്തിനാ, അതിന് മനഃപൂർവ്വമായിട്ട് രവിയേട്ടനൊന്നും ചെയ്തൊന്നുമില്ല, അയാൾ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടിയതല്ലേ, അയാൾ അങ്ങനെ മരിച്ചത് കൊണ്ടാണ് ഇന്നത് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നതും ഇത്ര അധികം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാനുള്ള കാരണം ഉണ്ടായതും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിക്കും ദേവുവിനും ഒക്കെ ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് രവി മിണ്ടാതിരിക്കാനായിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര സംസാരം നിർത്തുന്നില്ല, ഇതേ രീതിയിൽ തന്നെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ രേവതി ദേഷ്യത്തോടു കൂടി തന്നെ ലക്ഷ്മിനെയും ദേവുവിനെയും പിടിച്ചിരുന്നിട്ട്, ബാ നമുക്ക് പോവാം, പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മ പറഞ്ഞില്ല, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രവി വേഗം പറയുകയാണ്, മോളെ നീ ദേഷ്യപ്പെടല്ലേ, ലക്ഷ്മി രേവു നിങ്ങൾ അവിടെ ഇരിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ പോയാൽ മതി, ചന്ദ്ര ഇനിയും നിന്റെ വായടിച്ചില്ല എന്നാണെങ്കിൽ നീ മിണ്ടായിരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ രവി പറയാണ് കേട്ടോ. എന്നാലും ചന്ദ്ര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത്, പോടി ഇവിടുന്ന്, നിന്നോട് ഇവിടുന്ന് പോകാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അതിനുശേഷം ലക്ഷ്മി പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു രേവതി നല്ല രീതിയിൽ ജീവിക്കണം, നല്ല കുടുംബത്തിലായിരിക്കണം എന്നൊക്കെ ഉള്ളത്, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന രീതിക്കാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ലക്ഷ്മി പറയുമ്പോഴത്തേക്കും അതേക്കുറിച്ചൊന്നും ഓർത്ത് ലക്ഷ്മി സങ്കടപ്പെടേണ്ട, രേവതി ഇവിടെ വളരെ സന്തോഷവതിയാണ്, അതേ രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് സച്ചി രേവതിയെ നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് അവൻ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല, എന്തായാലും എന്തോ ഒരു കാരണവും മറച്ചു വെക്കുന്നുണ്ട്, അത് നമുക്ക് വഴിയെ തന്നെ മനസ്സിലാവുമെന്നൊക്കെ രവി പറയുകയാണ്. അതിനുശേഷം പോകാനിരുന്ന സമയത്ത് ആണ്ടിനെ എല്ലാവരും കൂടി വരണം, സച്ചിയോടും വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി അവിടെ നിന്ന് പോകുന്നത്. ലക്ഷ്മി പോയതിന്റെ തൊട്ടുപുറകെ തന്നെ രവി രേവതിയോട് പറയുന്നത്, അമ്മയും ഗേറ്റിന്റെ അവിടെ പിന്നെ കൊണ്ടാക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ അവിടെ കൂടെ പറഞ്ഞു വിടുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ രേവതി അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇവിടെ വന്നതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, പിന്നെ എന്തിനാ അമ്മ വന്നത്, എന്തായാലും ഉണ്ടായിരുന്നു ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ദേവ് പറയുന്നത്, എന്തായാലും ചടങ്ങിന്റെ രീതിക്ക് നടത്തേണ്ടത്, അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വിളിക്കാൻ വന്നതെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സച്ചി ഇവരെ കാണുമ്പോഴത്തേക്കും ആകെ പതുങ്ങാണ്, അതായത് എങ്ങനെ ഇവർ ഫേസ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് സച്ചിക്ക് ഉള്ളത് കൊണ്ട് തന്നെ സച്ചി ഒന്നും മിണ്ടാതെ തന്നെ തല താഴ്ത്തി പോവുകയാണ്. ലക്ഷ്മിനെ മോനെ സച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ സച്ചി അകത്തേക്ക് പോവാണ് കേട്ടോ. സച്ചിയുടെ ഈ ഒരു പെരുമാറ്റം ദേവുവിനെ ലക്ഷ്മിയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, നാളെ ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും കേട്ടോ. സച്ചി അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, നീ വന്നോ, നീ പുറത്ത് ലക്ഷ്മിയും ദേവുവിനും കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത്, കണ്ടു, അവരെന്തിനാ വന്നതെന്ന് രവിനോട് ചോദിക്കുമ്പോഴത്തേക്കും, അപ്പൊ നീ അവരോട് മിണ്ടിയില്ലേ, നീ കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ലേ എന്നൊക്കെ രവി ചോദിക്കുക കേട്ടോ. ഈ ഒരു സമയം തന്നെ രേവതി അകത്തേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുകയാണ്, രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി, അതിന് ചടങ്ങ് വിളിക്കാനായിട്ടാണ് ലക്ഷ്മിയും ദേവും കൂടിയിട്ട് വന്നത്, എന്തായാലും നീ നാളെ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല അച്ഛാ എനിക്ക് നാളെ വലിയൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, അതിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പം തന്നെ രവി പറയാണ്, ഓട്ടം ഉണ്ടെങ്കിലും നാളെ നീ ഇവരുടെ വീട്ടിൽ പോയേ മതിയാവൂ എന്നൊക്കെ രവി നിർബന്ധത്തോടുകൂടി തന്നെ പറയാണ് കേട്ടോ. അവസാനം സച്ചി പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നേരെ അടുക്കളയിലേക്ക് കയറി പോവാണ്. സച്ചി പോയതിന്റെ തൊട്ടുപുറകത്തിന് രേവതി പിന്നാലെ ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രം കാണിച്ചാൽ പോലെ, എന്തിനാ എൻ്റെ അമ്മയോടും അനിയത്തോടും കാണിക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു പെരുമാറ്റം അവരെന്തോരം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ എന്നെ രേവതി ചോദിക്കുമ്പോഴത്തേക്കും സച്ചിക്കും വല്ലാതെ വിഷമാവുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. എന്നിട്ട് രേവതി പറയുകയാണ്, എന്തായാലും അമ്മ ഇവിടെ വരെ വന്ന ചടങ്ങുകൾക്കൊക്കെ ക്ഷണിച്ചതല്ലേ, നാളെ നിങ്ങൾ വരണം, വരാതിരിക്കുക എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി പ്രത്യേകിച്ചൊന്നും തന്നെ പറയാതെ തന്നെ അവിടെ നിന്ന് പോവാണ്ട്. രേവതിക്ക് സച്ചിയുടെ പെരുമാറ്റം വല്ലാതെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഓരോ സീരിയലിന് വേണ്ടി ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് സീരിയലിൽ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പണമോ സ്വർണ്ണമോ സ്വത്തും ഒന്നും തന്നെ എനിക്ക് വേണം, എനിക്ക് ഇവനെ മാത്രം മതി, ഇവന്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ വർഷ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മഹിമ ഇങ്ങനെ പറയാണ്, വെറുതെ അല്ല
അവൾ ശ്രീകാന്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്? ഇങ്ങനെയുള്ള സീരിയലുകളൊക്കെ അല്ലേ ഡബ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡബിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ആളോടായിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ സീരിയൽ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? ഒന്നുകിൽ പണക്കാരനായ നായകൻ പാവപ്പെട്ടവളെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ പണക്കാരിയായ നായിക പാവപ്പെട്ടവനെ കല്യാണം കഴിക്കും. ഇതൊക്കെ തന്നെയല്ലേ സീരിയലിലെല്ലാം കാര്യം. അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ മഹിമ ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത് ഞാനായിട്ട് ചെയ്യുന്നല്ലോ മാഡം, ഡയറക്ടർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വർഷ അകത്തുനിന്ന് പറയുന്നുണ്ട്, സാർ ഡബിംഗ് തീർന്നു, ഇനി വേറെ ഏതെങ്കിലും സീരിയലിന് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം വേണ്ട വർഷയെ നോക്കി ഇതേ അമ്മ പുറത്തിരിപ്പുണ്ടെന്ന് പറയാനുണ്ട്. അമ്മ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വർഷ വേഗം തന്നെ മഹിമയെ കാണാനായിട്ട് ഓടി വരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വാമ്മയെ നമുക്ക് അപ്പുറം മാറി നിന്ന് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മഹിമേനെയും കൂട്ടിക്കൊണ്ട് വേറെ റൂമിലേക്കായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വർഷയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഇപ്പൊ ഡബിംഗ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നെ ഒരുപാടുണ്ടമ്മേ, 3 സീരിയലൊക്കെ ഇപ്പൊ ഡബ് ചെയ്യാനുള്ളത് എന്ന് പറയാണ് കേട്ടോ. പിന്നെന്താ ശ്രീകാന്തിന് ജോലി ഇല്ലേ, അവന്റെ ബൈക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ മഹിമ ചോദിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല നിങ്ങൾ രണ്ടുപേരും സൈക്കിളിൽ പോകുന്നത് ഞാൻ കണ്ടു, ഇത്രയ്ക്കും ഗതിയില്ലാത്ത കുടുംബത്തിലേക്കാണ് നീ ചെന്ന് കയറിയെന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചാണെന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും വർഷ ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിച്ചിരിക്കാണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രീകാന്തിന് കൊടുത്തൊരു പണിഷ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ശ്രീകാന്ത് മറന്നു, അതുകൊണ്ട് ഞാൻ അവന് കൊടുത്ത പണിഷ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ പറയുന്ന സമയത്ത്, എന്നിട്ട് നീയാണല്ലോ സൈക്കിൾ ചവിട്ടുന്നത് കണ്ടത് എന്ന് മഹിമ പറയുകയാണ്. അമ്മ നോക്കിയപ്പോൾ കണ്ടത് ചിലപ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടുന്നതായിരിക്കും, പക്ഷെ അതിന് മുന്നേ ശ്രീകാന്താണ് എന്നെയും പുറകിലെത്തി ചവിട്ടിക്കൊണ്ട് വന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനാണ് അവനോട് പറഞ്ഞത് എൻ്റെ ബാക്കിലിരിക്കും ഞാൻ ചവിട്ടാമെന്നും. അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ടിരുന്ന സമയത്തായിരിക്കും അമ്മ കണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും തുറന്ന് പറയാട്ടെ. എന്നിട്ട് മഹിമ പറയുന്നുണ്ട്, അതെയോ, എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേണ്ട അമ്മേ, ശ്രീകാന്തിന് ഇഷ്ടം ശ്രീകാന്തിന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ, എനിക്കിഷ്ടം ശ്രീകാന്തിന്റെ കൂടെയും എന്നൊക്കെ വർഷയും മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മഹിമ 2 ടിക്കറ്റ് എടുത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് പറയുന്നത്, നിനക്കറിയാലോ അച്ഛന് വർഷത്തിൽ 2 or 3 ടൂർ പാക്കേജ് വരാറുണ്ട്, ഇത്തവണ എന്തായാലും അച്ഛനും അമ്മയും പോകുന്നില്ല, അതിന് പകരം നിങ്ങൾ ഹണിമൂണൊന്നും പോയില്ലല്ലോ, അതെ ഈ ടിക്കറ്റ് പിടിച്ചു നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലേക്ക് ആ ടിക്കറ്റ് കൊടുക്കാണ്ട്, ആലപ്പുഴയ്ക്കാണല്ലോ ടൂർ പാക്കേജ്, 3-4 ദിവസം ടൂർ ഉണ്ടല്ലേ, ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ഉണ്ട് മോളെ എല്ലാം ഉണ്ട്, നിങ്ങൾ എന്തായാലും പോയി എൻജോയ് ചെയ്തിട്ട് വാ എന്നൊക്കെ മഹിമ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് നേരം പുലരുന്ന സമയത്ത് നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രേവതി വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. കൂടെ ചരത്തും ഒരു മൂലയിൽ ഇരിപ്പുണ്ടാവും കേട്ടോ. അപ്പൊ തന്നെ അയൽവക്കത്ത് നിന്ന് 2 പേര് അങ്ങോട്ടേക്ക് വരാണ് കേട്ടോ. എന്ത് ചോദിക്കുന്നുണ്ട്, ഓഹോ ഞങ്ങളാണ് ആദ്യം വന്നത്, വേറെ ആരും ഇങ്ങോട്ടേക്ക് എത്തിയില്ല അല്ലേ, എന്തായാലും എത്ര വേഗം വർഷങ്ങൾ കടന്നു പോയത്, ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കൂട്ടത്തിൽ തന്നെ സച്ചി വന്നില്ലേ എന്ന് ഇവരിൽ ഒരാൾ ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നത് സച്ചി വരുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ശരത്തിന്റെ മുഖഭാവം മാറി ആകപ്പാടെ ദേഷ്യത്തിലാവുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.